ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്കാൽപ്പിംഗ് ടെക്നിക്ക്. എങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസിയോട് കൂടി മാർക്കറ്റിൽ ചെറിയ ചെറിയ സ്കാൽപ്പ് ചെയ്ത് ചെറിയ പോയിന്റ്സ് നമുക്ക് നേടാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷമല്ലേ നമ്മൾ വലിയ പോയിന്റിലേക്ക് പോകുന്നത്. ആദ്യം നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ചെറിയ കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്വാളിറ്റിയുള്ള സ്കാൽപ്പിംഗ് ടെക്നിക്ക് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു നമ്മളുടെ ചാനലിൽ, ട്രേഡിംഗ് സീക്രട്ട് ചാനലിൽ മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇമോഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി, നമ്മുടെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, വോളിയത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിൽസ്റ്റിക് മാസ്റ്ററി, ഇതുപോലെ ഒത്തിരിയധികം കൺസെപ്റ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് മോർ യു ലേൺ ദ മോർ ഓപ്പർച്യൂണിറ്റി യൂസ് ഇൻ ദ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. പല പ്രാവശ്യം നിങ്ങളിതെല്ലാം കാണുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചാർട്ടിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ചാനൽ മൾട്ടിപ്പിൾ ടൈംസ് കാണാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കറക്റ്റായിട്ട് ഒരു എൻട്രി ഫോർമേഷൻ കൃത്യമായിട്ട് മാർക്കറ്റിൽ കാണണമെങ്കിൽ ഇത് കണ്ടേ പറ്റത്തുള്ളൂ. ഇത് കാണാതെ അവിടെ ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. നമ്പർ 1. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് വീഡിയോയുടെ സമ്മറി ഫോമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമ്മറി ഫോം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രോപ്പർ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, യു വിൽ നോട്ട് ഗെറ്റ് ദ റൈറ്റ് എൻട്രി. കാണുമ്പോൾ സംഭവം സിമ്പിളാണ്, പക്ഷേ നമ്മൾ അവിടെ വെച്ച് നമുക്ക് ഈ സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രിയിൽ ഒരു എൻട്രി ഫോർമേഷനകത്ത് കറക്റ്റായിട്ട് നമ്മൾ എൻട്രി ഡിപ്ലോയ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചെടുക്കുന്നത് നമ്മളുടെ ഈ പഠിച്ചിരിക്കുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡീകോഡിംഗ് സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ വോളിയത്തിൻ്റെ സീരീസ് ഉണ്ട്. എല്ലാ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സീരീസിലും കാര്യങ്ങളുണ്ട്. അപ്പം സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ഒരു 25 പോയിന്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു 2 ട്രേഡ് ചെയ്യുക, ഒരു 4 ലോട്ട് വെച്ചിട്ട് ഡെമോ ട്രേഡ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് മതി. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ട്രേഡിംഗ് സീക്രട്ട് ഹൗ ടു മേക്ക് 10,000 to 1 crore എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ അതിനകത്തൊരു എക്സൽ ഫയലുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ ക്വാളിറ്റിയിൽ നമ്മൾ ഡെമോ ട്രേഡ് ചെയ്ത് 15 എണ്ണം സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സക്സസ്ഫുൾ ട്രേഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ട്രേഡ് ചെയ്യുക, രണ്ടാമതൊരു ട്രേഡ് ചെയ്യുക, മൂന്നാമതൊരു ട്രേഡ് ചെയ്യുക. മൂന്നാമത്തെ ട്രേഡ് റോങ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റഡ്ലി തുടങ്ങുക. ആദ്യം തൊട്ട് സ്നേക്ക് ആൻഡ് ലാഡർ നമ്മൾ കളിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തോറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുതൊട്ട് വീണ്ടും തരാം. സോ മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതിന് നമ്മൾ 15 എണ്ണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡെമോ ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി 1 ലോട്ട് വെച്ചിട്ട് ഈ സെയിം എക്സസൈസ് 15 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുക. അതും 15 പ്രാവശ്യം നമുക്ക് നമ്മൾ വിജയിച്ചിരിക്കണം കൺസിക്യൂട്ടീവായിട്ട്. അതായത് നമ്പർ 1, 2, 3, 4, 5 നമ്മൾ 15 പ്രാവശ്യം നമ്മൾ വിജയിച്ചിരിക്കണം ആ ഒരു 1 ലോട്ട് വെച്ച് റിയൽ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ. അതിനുശേഷം മാത്രമേ നമ്മൾ ലോട്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ ഈ ഒരു പേഷ്യൻസോട് കൂടി ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മളിതിനെ ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം മാർക്കറ്റിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻസ്. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ചാർട്ട് എപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പീസ് ഓഫ് പ്രൈസ് ആക്ഷൻ എന്ന് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്കെങ്ങനെ ഓപ്ഷനകത്ത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു 20 പോയിൻറ്റിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എക്സിറ്റ് ആകുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇത്ര നാളും പഠിച്ചു വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് എവിടെയെങ്കിലും എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനകത്തെ പ്രീമിയത്തിൻ്റെ മാറ്റം 25 പോയിൻറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ 20 പോയിൻറ്റ് ഡിഫറൻറ്റ് ടാർഗറ്റിൽ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ട്രേഡ്സ് നടത്തി നോക്കുന്നു. അപ്പം ഇന്നിപ്പം ലൈവ് മാർക്കറ്റാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ടൈം ഇൻ ഇന്ത്യ 9:30 AM ഫ്രൈഡേ ജനുവരി 3. അതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ്ലി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇവിടെ നിൽക്കുന്നത് എത്രയാണ്, 424 5 ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോൺട്രാക്ട് ഇതുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ബയറും സെല്ലറും നമ്മൾ കുറച്ച് നേരം ആക്ടിവിറ്റി വാച്ച് ചെയ്ത് നോക്കുക. മാർക്കറ്റ് ഡെപ്ത് എടുക്കുക. 425, 26, 24, 25 ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് നടക്കുന്നത് അല്ലേ. അപ്പം സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുമ്പം ഈ സെൻസെക്സിൽ ഇതിനകത്ത് എല്ലാം ഓപ്ഷൻസിൻ്റെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് എല്ലാത്തിനും മന്ത്ലി എക്സ്പയറിക്ക് പ്രീമിയം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മളെടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് കൂടുതൽ നമ്മൾ പ്രൈസ് കൊടുക്കുകയും അപ്പം അത് അത്ര നമുക്ക് ചെറിയ ക്യാപിറ്റൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ ഉള്ളപ്പം നമ്മൾ ഈ ഇത് പറഞ്ഞ പോലെ ഈ വീക്ക്ലി എക്സ്പയറിക്കകത്തോട്ട് പോവുക. അപ്പോൾ വീക്ക്ലി എക്സ്പയറി പോകുമ്പം നമുക്ക് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻ എടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഇവിടെ നിഫ്റ്റി ഒരു 10 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പം ഇതിനകത്ത് ഒരു 10 പോയിൻറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം കൂടുതലാണ് എന്നോർത്ത് നമ്മൾ അതിനകത്തല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ എത്രയാണ് നമ്മൾ പ്രീമിയം കൂടുതലാണോ കുറവാണോ എന്നുള്ള അല്ല പ്രശ്നം. ഇതിനകത്ത് ഓപ്ഷൻസിൻ്റെ പ്രൈസിങ്ങിനകത്ത് വരുന്ന പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ബെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ബൈ ചെയ്യുന്നു, 10 മിനിറ്റിനുള്ളിൽ നമ്മൾ സെല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം.
അപ്പോൾ നമ്മൾ അതിനകത്ത് 4 ലോട്ടോ 3 ലോട്ടോ എത്ര വെച്ച് വേണമെങ്കിലും നമുക്ക് ബൈങ് സെല്ലും നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 420ൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മളിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു, ഒരു പുട്ട്. അപ്പം ഇവിടെ ഒരു പുട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ, 428 അതിൽ നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ കോൾ സൈഡിലോട്ട് വരുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 382ൻ്റെ 15 ലക്ഷം ഇതുണ്ട്. അപ്പം ഇവിടെ 15 ലക്ഷത്തിൻ്റെ ഒരു 15 ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇത്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രാക്ട്സ് സെറ്റിൽ ചെയ്യാതെ നിൽക്കുന്ന അത്രയും ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ വോളിയം നടക്കുന്നുണ്ട്. ഇതുണ്ട് 5,78,000 5,78,000 നടന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഈ 2 കോളും പുട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. സോ സിമ്പിൾ. ഇനി നമ്മൾ നോക്കുന്നത് ചാർട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മളുടെ കോൾ സൈഡിലേക്ക് നമ്മൾ 2 മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പം നിഫ്റ്റിക്കകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എൻട്രി. ഓക്കെ, ഇവിടെ അപ്പോൾ ഇവിടെ പ്രീമിയം നോക്കണം എത്രയാണ്. ഇവിടുത്തെ പ്രീമിയം എന്ന് പറയുന്നത് 366.40 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ ട്രേഡ് ഡിപ്ലോയ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഞാൻ എൻ്റെ മൊബൈലിൽ ഇത് എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ആക്ച്വൽ ട്രേഡ് കാണിച്ചു തരാം. അപ്പോൾ ഈ പർട്ടിക്കുലർ ലൈൻ സ്വീപ്പ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ ഇവിടം വരെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ മോൾ വരെ പിടിക്കുക. അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ട്രേഡ് വിടുന്നു. ഓക്കെ അല്ലേ. അപ്പം 373 അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ലോയും ഇവിടെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ടാർഗറ്റ് കാണാൻ പറ്റുമെന്നുണ്ടെന്ന് ഉള്ളതുകൊണ്ടും നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുന്നു, ഈ ഒരു പോയിൻ്റ് സ്വീപ്പ് ചെയ്യണം. അപ്പോൾ അത് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നോക്കുമ്പം അവിടെ അതിന് മുന്നിൽ തന്നെ നമുക്ക് ചിലപ്പം ടെംപ്റ്റേഷൻ കാരണം എൻട്രി എടുക്കണം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അതേസമയം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കി എൻട്രി എടുക്കണം. അപ്പോൾ നമ്മളുടെ പ്രീമിയം ഇപ്പം നിൽക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 300 ഈ മാർക്കറ്റിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ 367.85 ഇപ്പം ട്രേഡ് നടന്നിരിക്കുന്നത്. 67.85 അല്ലേ, 85.95 ഈ ലൈനിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് ഏകദേശം പ്രീമിയത്തിൻ്റെ റേഞ്ചും അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോ പ്രൈസ് ഭയങ്കര സ്ലോ പ്രൈസ് ആക്ഷനാണ്. അപ്പം അവിടെ ഒന്ന് നിൽക്കുക. ഇവിടെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു പ്രൈസ് സ്വീപ്പ് നടത്തുമ്പോഴാണ് നമുക്ക് എൻട്രി ലെവലിലേക്ക് വരേണ്ടത്. ബിക്കോസ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്വീപ്പ് വരും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി കയറണം. പക്ഷേ അത് കയറി വരുമില്ലയോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ബെറ്റർ പ്രൈസിങ്ങിൽ നിന്നും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 367 ഇപ്പം 370 ഇവിടെ നിൽക്കുന്ന പ്രൈസ്. അതുകൊണ്ട് 372. സോ അത് സ്വീപ്പ് ചെയ്യട്ടെ. സ്വീപ്പ് ചെയ്യാതെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രൈസ് അതിന് താഴെ ട്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് അതിന് താഴെ ട്രേഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ പടെ ഇരുന്ന് വിഷമിക്കും. അതിന് ഭേദം എൻട്രി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് ക്ഷമയോട് കൂടി ഇരിക്കുക. അതിനുശേഷം എക്സാക്ട്ലി അത് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രൈസിൻ്റെ ആക്ടിവിറ്റിയും കൂടെ നമ്മൾ നോക്കണം. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ത് സംഭവിച്ചു, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന് എന്ത് സംഭവിച്ചു സബ്സീക്വൻറ്റ് പ്രൈസ് ആക്ഷൻ കൊണ്ട്. അപ്പോൾ ആദ്യം ഒരു പ്രൈസ് കൊണ്ട് ഇവിടെ പ്രൈസ് സ്വീപ്പ് ചെയ്തു അല്ലേ, മിറ്റിഗേറ്റ് ചെയ്തു ഈ ക്യാൻഡിൽ. വീണ്ടും ആ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തു. വീണ്ടും 387 ഇത് നമുക്ക് എൻട്രി മിസ്സായി. സോ എല്ലാവരും നോക്കിയിരിക്കുന്ന ഏരിയയാണ് ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പം 367 387 20 പോയിൻറ്റ് കറക്റ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയില്ല. നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ എൻട്രി കിട്ടാതിരിക്കുമ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി സബ്സീക്വൻറ്റ് ക്യാൻഡിൽ കൊണ്ട് മിറ്റിഗേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൈസ് മിറ്റിഗേഷൻ നടന്നു. ഓക്കെ, ഈ ഒരു ഇംബാലൻസും മിറ്റിഗേഷൻ നടന്നു. അപ്പോൾ ഇനി പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഇവിടം വരെ ആക്ച്വലി നമുക്ക് ടാർഗറ്റ് ഉണ്ട്. നോക്കാം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അല്ല, പ്രൈസ് പക്ഷേ ഇവിടെ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ തിയറി പ്രകാരം സബ്സീക്വൻ്റ്ലി പ്രൈസ് എല്ലാം ക്ലോസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഒരു റിവേഴ്സ് ആ സമയത്ത് നമുക്ക് 20 പോയിൻറ്റ് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. പ്രൈസിൻ്റെ ആക്ഷൻ നടക്കുന്നത് 390 ഇതുണ്ടോ, 367 390 ഇവിടം വരെ പ്രൈസ് വന്നു. 382 പെട്ടെന്ന് പ്രൈസിൻ്റെ പ്രീമിയം ഡി കെ സംഭവിക്കുന്നുണ്ടോ, 383 ഉണ്ടോ. ബിക്കോസ് ആ വരുന്ന മോമെൻറ്റിൽ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ 20 പോയിൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ കൃത്യം, ബിക്കോസ് നമുക്കറിയാം ഇവിടെ വരെ ഉള്ളൂ ഇതിൻ്റെ ആക്ടിവിറ്റി എന്നറിയാൻ പറ്റും. അപ്പോൾ ആ വരുന്ന വരവിന് തന്നെ പ്രൈസിൻ്റെ ആക്ടിവിറ്റിയിൽ നമ്മൾ എക്സിറ്റ് ആയിക്കണം. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു കേസിൽ നമുക്ക് എൻട്രി മിസ്സായി എങ്കിൽ പോലും നമ്മളുടെ ഐഡിയ പ്രകാരം എൻട്രി എടുക്കേണ്ട ലെവൽ ഏതാണ് ആ ലെവലിൽ നിന്നും പ്രൈസ് വന്നു. സോ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലെവൽ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പ്രൈസ് ഇവിടെ വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ കൂടി അല്ല പ്രൈസിൻ്റെ ജേണി നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇനി പ്രൈസ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽസ് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്തു അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം വരെ ഇത്രയും ഏരിയ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു, അവിടുത്തെ ടാർഗറ്റും കഴിഞ്ഞു അല്ലേ. ആ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പർട്ടിക്കുലർ ഈ ഏരിയയുടെ ടാർഗറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രൈസ് വീണ്ടും മേ ബി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഒന്നും കൂടെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ പ്രോബ്ലം എന്താണ്? നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു കൺസോളിഡേഷൻ റേഞ്ച് പോലെ മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ, ഒരു ഫോർമേഷൻ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് റൈറ്റ് സൈഡിലേക്ക് ഇഫ് ദർ ഇസ് എനി ലിക്വിഡിറ്റി ഫോമിങ് ഓൺ ദ റൈറ്റ് സൈഡ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ഇല്ല. സോ നമ്മൾ എന്ത് നോക്കിയാണ് എൻട്രി എടുക്കുന്നത്? കാര്യം മനസ്സിലായോ? അതായത് സബ്സീക്വൻറ്റ് ക്യാൻഡിൽസ് ഇതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് മുന്നോട്ടുള്ള ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുമ്പം ഇങ്ങനെ പ്രൈസ് മേളിലേക്ക് കയറി വന്നതിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേനും ഇത്രയും ഭാഗത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു അല്ലേ, ഇത്രയും ഭാഗത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുവാണ്. താഴോട്ട് വന്ന് ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്, ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്. സോ ഈ സംഭവം പിന്നെ സ്വീപ്പ് ചെയ്യും മാർക്കറ്റ്, കണ്ടോ? അതാണ് അതിനകത്തെ കാര്യം. അപ്പം നമ്മൾ നോക്കേണ്ടത് അപ്പോൾ റൈറ്റ് സൈഡിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്മളിനി അടുത്ത ക്യാൻഡിൽസിന് ഇതിന് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ഇംബാലൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ മൈനർ ടാർഗറ്റ് ടു ഗെറ്റ് ഇൻ ടു. മനസ്സിലായോ? അതിനാണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ക്യാൻഡിൽ ഫോം ചെയ്യട്ടെ. ഇവിടെ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇംബാലൻസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. സോ ഇവിടെ കണ്ടോ, ഇത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഇപ്പം നമ്മൾ ഇനി എൻട്രി എടുക്കരുത്, ബിക്കോസ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി മിറ്റിഗേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മേജർ ഏരിയ ആണ് അല്ലേ. ഈ മേജർ ഏരിയയിലേക്ക് വരട്ടെ പ്രൈസ്. മേജർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് മേജർ ഏരിയയിലെ ആക്ടിവിറ്റി എന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് നേരെ തിരിച്ചു വരും. സോ നമുക്ക് ആ ചെറിയ ടാർഗറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങും. കാര്യം പിടികിട്ടിയോ? ഒരു സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പാണിത് ആക്ച്വലി. അപ്പം ഇത് ലൈവ് മാർക്കറ്റിൽ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതും ലൈവിൽ മാർക്കറ്റ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതും ഡിഫറൻ്റ് ആണ്. നോ ബഡി വിൽ ഡു ദിസ് ടെക്നിക്. ബിക്കോസ് നമുക്ക് കാണിക്കണമല്ലോ ഇവിടെ 367 എൻട്രി എടുത്ത് 390 ഇവിടെ പ്രീമിയം കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് കാണണമല്ലോ, എങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. രണ്ട് ആക്ടിവിറ്റി ഒരുപോലെ നിൽക്കണ്ടേ. സോ ഇവിടെ നോക്കിയാൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി മിറ്റിഗേഷൻ വരുന്നില്ല. സോ വി വിൽ നോട്ട് ടേക്ക് എൻട്രി ബിക്കോസ് ഇവിടെ ഒരു ടാർഗറ്റും ഇല്ല. നമ്മൾ ടാർഗറ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാർഗറ്റ് നോക്കുന്നത്? പ്രൈസ് ആക്ഷൻ നടന്നു. ഓക്കെ, ദിസ് വൺ പ്രൈസ് ആക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ പ്രൈസ് ആക്ഷൻ്റെ ലെഗിൽ എവിടെയെല്ലാം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയ മാത്രം നമ്മൾ മാർക്ക് ഔട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുമ്പം പ്രൈസ് വൺ ആഫ്റ്റർ അനദർ 1 ടൈം 2 ടൈം 3 ടൈം 3 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ താഴോട്ട് വരികയും ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് നമ്മളുടെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നിൽക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ടാർഗറ്റ് കാണുമ്പോൾ ഇവിടം വരെ നമുക്ക് കിട്ടും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ കിട്ടുമ്പോഴത്തേനും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിലുള്ള പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് താഴെ വന്നു, പ്രൈസ് മേളിൽ കയറി മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് താഴെ വന്നു, പ്രൈസ് കുറച്ച് മിറ്റിഗേറ്റ് ചെയ്തുള്ളൂ, പ്രൈസ് വീണ്ടും ക്യാൻഡിൽ സ്റ്റിക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേനും മിറ്റിഗേഷൻ ഇവിടുത്തെ പോർഷനിൽ നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഇമീഡിയറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ടാർഗറ്റിൽ നമുക്ക് 20 പോയിന്റ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. അത്രേ ഉള്ളൂ. സോ അടുത്ത പ്രൈസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. അടുത്ത പ്രൈസ് ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇതിൻ്റെ ഇടയ്ക്ക് 357 370. അപ്പോൾ നമ്മളൊരു കണ്ടക്ഷൻ റെഫറൻസ് ഇല്ലാതെ മാർക്കറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രൈസ് ആക്ടിവിറ്റിയോ ഒന്നും കാണുന്നില്ല. നമ്മൾ ബ്ലൈൻഡ്ലി എൻട്രി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ സെറ്റപ്പ് മാത്രം കണ്ടുകൊണ്ട് എൻട്രി ചെയ്യുമ്പോഴത്തേനും പ്രശ്നം പറ്റുന്നതാണ്. മനസ്സിലായോ? കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിറ്റിൽ സോങ് അല്ലെങ്കിൽ നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എല്ലാം നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതേസമയം നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പം യു ക്യാൻ സീ പുൾ ബാക്ക് ക്യാൻഡിൽ. ഇത് കറക്റ്റ് അല്ലേ? പുൾ ബാക്ക് ക്യാൻഡിൽ 1 ക്യാൻഡിൽ ബോട്ടം വന്നിരിക്കുന്നു. സോ അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നുള്ളതാണ് നമ്മളുടെ ആദ്യമായിട്ടുള്ള കൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്. പ്രൈസ് അതുപോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടാർഗറ്റ് മതി. നമ്മളിവിടെ കയറി ബൈ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഉള്ളിലൊരു ബോധം ഉണ്ടല്ലോ, നമ്മൾ ടോപ്പ് ഓഫ് എ റേഞ്ചാണിത്. ബിക്കോസ് ബുള്ളിഷ് സെറ്റപ്പ് ഈസ് സീൽഡിങ് മോർ എന്നാണ് കൺസെപ്റ്റ് അല്ലേ. അപ്പം ബുള്ളിഷ് ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കി, 470 ഇവിടെ 470 ഇവിടുത്തെ ആക്ടിവിറ്റി പ്രകാരം ആ സമയത്തെ പുട്ടിൻ്റെ പ്രീമിയത്തിൻ്റെ വ്യത്യാസം കൂടെ ഇവിടെ നോക്കി ഒന്നും കൂടെ റീപ്ലൈ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പുട്ടിൻ്റെ അതിനുശേഷം അത് എത്രമാത്രം അത് ബുള്ളിഷ് ആയിരുന്നോ ബെയറിഷ് ആയിരുന്നോ, ഏത് ഓർഡർ ഫ്ലോയിലാണ് കൂടുതൽ പ്രീമിയത്തിന് അപ്രിസിയേഷൻ വന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ പുട്ടിൻ്റെ ഇത് ആഡ് ചെയ്ത് വെച്ചിരുന്നത്. മനസ്സിലായി? അപ്പോൾ അത് റീപ്ലൈ അടിച്ചിട്ട് ഒന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ 367 390 പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ 467 ആ സമയത്ത് എത്രയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടുപിടിക്കുക. ഓക്കെ, കുറച്ച് പാടാണ് ഇത് പഠിക്കാൻ നോക്കുമ്പോൾ. ബിക്കോസ് പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണോ ബെയറിഷ് ഓർഡർ ഫ്ലോ ആണോ ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്നത് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ബെയറിഷ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സിംഗിൾ ക്യാൻഡിലിൽ പ്രൈസ് താഴെ വന്നിരിക്കാം. ആ സമയത്ത് ഈ ഒരു പുട്ടിൻ്റെ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരിക്കും.
ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലും സിമിലർ തിങ്. ഒരൊറ്റ ക്യാൻഡിലെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് ഇതിൻ്റെ പ്രീമിയം കൂടിയിരിക്കും. പക്ഷേ നമ്മൾ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഇമ്പോർട്ടൻറ്റ് ലെവലിൽ കൂടെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ചെറിയ ടാർഗറ്റാണ് അല്ലേ. 15 ട്രേഡ്സ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് മിറ്റിഗേഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത എൻട്രി എടുക്കില്ല, മനസ്സിലായി. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംബാലൻസ്, അതായത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഫസ്റ്റ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ഫിനിഷ്. വരുന്ന വരവിന് എക്സിറ്റ് ചെയ്തതാണ്. ബിക്കോസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഡീപ്പ് ഇൻ ദ മണിക്കകത്ത് നമ്മളുടെ മണി എന്ന് പറയുന്നത് യു ഷുഡ് നോട്ട് പുട്ട് യുവർ ഓൾ ദ മണി ഇൻ ടു ദ മാർക്കറ്റ്, ബിക്കോസ് അത് അവർ എടുത്തോണ്ട് പോകും. അപ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് പോയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പ്രൈസ് ആക്ടിവിറ്റിക്കകത്ത് ടോപ്പ് ഓഫ് ദ റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് കീപ് യുവർ മണി ഇൻ ദ മാർക്കറ്റ് ഫോർ എ ലോങ് ടൈം. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നമ്മളിവിടെ ഒരു സോൺ മാർക്ക് ചെയ്തു അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്യുമെന്ന് നമുക്കൊരു ഇതുമില്ല. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു, ഈ കംപ്ലീറ്റ് ക്യാൻഡിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി മിറ്റിഗേറ്റ് ചെയ്തു. ബിക്കോസ് ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇവിടുന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പം അവിടെ പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ല. സോ നമ്മളെ സംബന്ധിച്ച് ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഹാസ് ടു ക്രിയേറ്റ് 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, വാട്ടവർ ഏത് ക്യാൻഡിൽ വേണമെങ്കിലും നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ടൈം ഫ്രെയിം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പം ഇത് നമുക്ക് വീണ്ടും നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. 50 മിനിറ്റ്സിൻ്റെ ഇതിലേക്ക് നമ്മൾ ഇത് ചെയ്ത് നോക്കുക. അപ്പം 50 മിനിറ്റ്സിൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ വീണ്ടും അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, റൈറ്റ്? കണ്ടോ, ഇവിടെ വീണ്ടും അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് 50 മിനിറ്റ്സിനകത്ത്. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രൈസ് അങ്ങോട്ട് കയറി വരുമെന്നുണ്ടോ ഇല്ല. കാരണം എന്താണ്, മൊമെൻറ്റം എവിടെയാണ് സംഭവിക്കുന്നത്? മൊമെൻറ്റം സംഭവിക്കുന്നത് 3 മിനിറ്റിൻ്റെ അകത്താണ്. സോ അപ്പോൾ 3 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് മൊമെൻറ്റം സംഭവിക്കണമെങ്കിൽ യു ഷുഡ് ഫൈൻഡ് എ ടാർഗറ്റ് വിത്തിൻ ദ 3 മിനിറ്റ് ഓർ 1 മിനിറ്റ്. അണ്ടർസ്റ്റുഡ്? കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് തിങ്. ദിസ് ഈസ് എ റൈറ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്യാൻഡിൽസ്റ്റിക് മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എൻട്രി. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മൊമെൻറ്റം സംഭവിക്കേണ്ട ഏരിയയിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായോ? ദിസ് ഈസ് ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി. ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി എന്ന് പറയുന്നത്, എൻട്രി ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓർഡർ ബുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഓർഡർ ബുക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അതായത് പ്രൈസ്, അതായത് ബയറും സെല്ലറും തമ്മിലുള്ള പ്രൈസിൻ്റെ പാരിറ്റി എന്ന് പറയുന്നത് അവിടെ ഇംബാലൻസ് ക്രിയേറ്റ് വരുന്ന ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ സ്ലിപ്പേജ് നടക്കുവാണ് അല്ലേ. ഒരു പ്രൈസിൽ പ്രൈസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ എല്ലാ ടിക്ക് സൈസിലും 20-നുണ്ട്, 30-നുണ്ട്, 35-നുണ്ട്, 40-നുണ്ട്, 45-നുണ്ട്, എല്ലാ 5 പൈസ ടിക്ക് സൈസിലും ഇവിടെ ഓർഡേഴ്സ് ഇവിടെ ഫില്ല് ചെയ്ത് കിടപ്പുണ്ട്. ഈ സബ്സിക്വൻ്റ്ലി ക്വാണ്ടിറ്റിയും ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ ഇംബാലൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 55-നും 60-നും ഇവിടെ ഈ 2 കോട്ടില്ലെന്ന് വിചാരിക്കുക. അവിടുത്തെ കോട്ടില്ല, അതിന് പകരം ഇവിടെ പ്രൈസ് ഒരു 50 പൈസ ഡിഫറൻസിലാണ് ഇവിടെ കോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പം അവിടെ ട്രേഡിങ് അവിടെ നടക്കുന്നില്ല, വോളിയത്തിൽ ട്രേഡിങ് നടക്കുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. ഓർഡർ ബുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി പാർട്ട് 23 ആണെന്ന് തോന്നുന്നു, 22, 23, 24 ഈ ഒരു പാർട്ടിൽ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം സ്ലിപ്പേജ് നടക്കുന്ന ഏരിയയാണ് ഈ വന്നിരിക്കുന്നത്. സോ സ്ലിപ്പേജ് നടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ വീണ്ടും റിവേഴ്സൽ കയറി വന്നിട്ട് സ്ലിപ്പേജ് നടന്ന ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്തിരിക്കും. കാര്യം പിടിയോ? സോ അതുകൊണ്ടാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കാതെ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എന്നാ പറയുന്നത്, എപ്പോഴും നമ്മൾ ലോസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മിറ്റിഗേഷൻ പോയിന്റിൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കണം. സോ ഇപ്പോൾ നോക്കി, ഈ ഒരു പർട്ടിക്കുലർ ലെവലിൻ്റെ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പുട്ടിൻ്റെ പ്രീമിയം, അപ്പോൾ നമുക്കൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് മാർക്കറ്റ് താഴേക്ക് പോകും ഉണ്ടെങ്കിൽ നമ്മൾ പുട്ട് സൈഡിലേക്ക് തന്നെ നമുക്ക് എൻട്രി ഇവിടെ തന്നെ നോക്കാം. കോൾ സൈഡിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ പുട്ട് സൈഡിൻ്റെ എൻട്രി 483 ആണെന്ന് മാർക്ക് ചെയ്യുന്നു. നൗ ഇത് ഈ പോയിന്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 483 പുട്ടിൻ്റെ പ്രീമിയം ഇവിടെ ഇതാണ് നിൽക്കുന്നത്, 483 പുട്ട്. അപ്പം സിമിലർലി കോൾ സൈഡ് എത്രയാണ്? 339. അതും കൂടെ നോക്കിയേക്കാം. 339 CE. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം പുൾ ബാക്ക് ക്യാൻഡിൽ ഈസ് ബീങ് ക്രിയേറ്റഡ്, റൈറ്റ്? പുൾ ബാക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു ടാർഗറ്റാണ് നമ്മളെ സംബന്ധിച്ച്. പ്രൈസ് മേളിലേക്ക് വരുമ്പോഴത്തേനും പ്രൈസ് മേളിലേക്ക് വന്ന് പ്രൈസ് ഇങ്ങനെ കയറി വന്ന് ഇതൊന്ന് സ്വീപ്പ് ചെയ്തിട്ട് നേരെ പിന്നെയും താഴോട്ട് വരിക.
ഇതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ടാർഗറ്റാണ്. പക്ഷേ പുൾ ബാക്ക് ടാർഗറ്റിൽ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി ഒരു പുൾ ബാക്ക് അവിടെ സൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പുൾ ബാക്ക് ക്യാൻഡിൽസും പ്ലസ് ഇംബാലൻസും കൂടെ ഒരുമിച്ച് വരുന്ന ഏരിയ ആണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ചാൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കി, വീണ്ടും പ്രൈസ് താഴോട്ട് വരുവാണ്. 483 ഇപ്പോൾ എത്രയായി, 491 അല്ലേ. അപ്പം പ്രൈസ് താഴോട്ട് പോരട്ടെ. താഴോട്ട് പോരുമ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നിച്ച് നമ്മൾ ആ കണ്ടക്ച്വൽ റെഫറൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം, ഇത് റെക്കോർഡ് എത്ര നേരം ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം, കിട്ടുന്ന പോലെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ എൻട്രി വെയിറ്റ് ചെയ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ഈ ഓവർ ട്രേഡിങ് പതുക്കെ നിന്ന് പോകും. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാതെ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ, ലിക്വിഡിറ്റിയുടെ ബേസിസിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻട്രി എടുക്കുമ്പം മൈനർ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് ഏകദേശം ടാർഗറ്റും കൂടെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി സൈഡിലേക്ക് തിരിയാവുള്ളൂ. അപ്പം കറക്റ്റായിട്ടുള്ള പ്രിസിഷൻ എൻട്രി നമ്മൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നോക്കി, ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവും. പ്രൈസ് 1 hour, ഇതൊരു നല്ലൊരു ഇതാണ്. 1 candle, 2 candle, 3 candle. വി ആർ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? വി ആർ ഇൻ ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ, റൈറ്റ്. ഈ ഒരു ഏരിയയുടെ 50% പ്രൈസ് വരുന്നുണ്ട്. ലെറ്റ് ഇറ്റ് കം. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി വേണോ വേണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ വി വിൽ വെയിറ്റ് ഫോർ 1 more candle ടു ക്ലോസ്. ഇവിടെ ഈ ഒരു ക്യാൻഡിലും കൂടെ ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പ്രൈസ് വന്നു കഴിഞ്ഞാലും പ്രൈസ് നേരെ തിരിച്ച് റിവേഴ്സൽ വീണ്ടും പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 15 minutes 2 ഇംബാലൻസ് ഇവിടെ കിടപ്പുണ്ട്, അവിടെ കിടന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ 1 hourൻ്റെതും 45 minutes എല്ലാം കാണിച്ചു തരാം. നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് ചിന്തിച്ച് തുടങ്ങാം. അതിനുശേഷം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ തോട്ട് പ്രോസസ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ലെറ്റ് ഇറ്റ് കം. ഓക്കെ. പ്രൈസ് അവിടെ വരട്ടെ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഇംബാലൻസ് ഉണ്ടോ? ഇല്ല. എല്ലാ ഇംബാലൻസസും മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു ടാർഗറ്റും കാണുന്നില്ല. ഇമ്മീഡിയറ്റ്ലി മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന ഒരു ടാർഗറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല മാർക്കറ്റിൽ അല്ലേ. മാർക്കറ്റിൽ ഡിഫറെൻറ്റ് നമുക്ക് രീതിയിൽ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് പല എൻട്രി ഫോർമേഷൻസ് കാണാൻ പറ്റും. അതിന് മാത്രം ഡീപ്പായിട്ട് എല്ലാവരും പഠിച്ചോ കാര്യങ്ങൾ? ഇല്ലല്ലോ അല്ലേ. ഞാനെന്താ 245-250 വീഡിയോസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആ ലെസൺസ് മുഴുവൻ എഴുതിയെടുത്തിട്ട് ഇത് അങ്ങനെ തന്നെയാണോ വരുന്നത്, ഇങ്ങനെ തന്നെയാണോ വരുന്നത് എന്നൊക്കെ മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്യാതെ ഒരു 150 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് എനിക്ക് പെട്ടെന്ന് എൻട്രി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു എൻട്രി ഫോർമേഷനകത്താണെങ്കിൽ പോലും എത്ര ഡിഫിക്കൽട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ലൈവ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് തിങ്സ് കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് തിങ്സ് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഒരു സെറ്റപ്പ് നമ്മളെങ്ങനെയാണ് മൈനർ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ഒരു സിമ്പിൾ സെറ്റപ്പിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ത് കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒന്ന്, ഇംബാലൻസ് ഓൺ എ മൈനർ ടൈം ഫ്രെയിം 3 മിനിറ്റ്. ഇത് 15 minutes കേട്ടോ. 15 MNTS ഇട്ടേക്കാം. ഇതും 15 MNTS. ഓക്കെ. അപ്പം 15 minutes ഇതിൽ നമുക്ക് വിസിബിൾ ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് 3 minute വിസിബിൾ ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 3 minute ക്ലിയർ വിസിബിൾ ടാർഗറ്റ് കാണുകയും 50 minutes ഒരു ടാർഗറ്റ് നമുക്ക് അവിടെ കിടക്കുകയും ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയും ചെയ്യുമ്പോൾ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ദിസ് വിൽ ബി മിറ്റിഗേറ്റഡ്. ഓക്കെ. പക്ഷേ മിറ്റിഗേഷനാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ്, ഏത് ടൈപ്പിൽ നമുക്ക് മിറ്റിഗേഷൻ വരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. മിറ്റിഗേഷൻ വരുമ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. അത് മറന്നു പോകരുത്. നമ്മൾ മാർക്കറ്റിൻ്റെ ഏത് ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്ന ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ എ പ്രീമിയം റേഞ്ച് അല്ലേ. അപ്പോൾ പ്രീമിയം റേഞ്ചിൽ സെല്ലിങ് ചെയ്യാനുള്ള എവിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം സെല്ലിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ട്രെൻഡ് ചെയ്ത് കയറി വന്നിരിക്കുന്ന മാർക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ കയറുന്നതുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. സോ ഇവിടെ 1 hourൻ്റെ ചാർട്ട് നോക്കുമ്പം മാർക്കറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഉണ്ടോ? ഒരു സൈഡിലേക്ക് തന്നെ വന്നിരിക്കുന്നതാണ് അല്ലേ. ഒരു സൈഡിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ 763 പോയിന്റ് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ വന്നിരിക്കുന്ന നിഫ്റ്റി ആണിത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന മാർക്കറ്റിനകത്ത് നമ്മൾ ബൈയിങ് സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ചെറിയ ടാർഗറ്റ്സും സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി എടുക്കുമ്പോഴും ചെറിയ ടാർഗറ്റ് നമ്മൾ നോക്കുക. ഒത്തിരി വലിയ ടാർഗറ്റിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചോ? ഇല്ല. സോ അത് പഠിക്കാത്തപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ശരിയാണ്. സോ നമ്മൾ പറഞ്ഞ പ്രകാരം ആ പർട്ടിക്കുലർ പുൾ ബാക്ക് ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തോ? ഈ ഒരു പർട്ടിക്കുലർ പുൾ ബാക്ക് ക്യാൻഡിൽ. അപ്പം 339 കോള് 366 റൈറ്റ്. 340, 20, 360, 26 പോയിന്റോളം നമുക്ക് അവിടെ ഡിഫറൻസ് വന്നു കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇതിൻ്റെ ഈ ഒരു ലെവലിൻ്റെ 50% നിന്നും പ്രൈസ് റിവേഴ്സൽ ചെയ്തു. ഇനി എക്സാക്ട്ലി 15 minutes ടാർഗറ്റിൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ? സോ ഇതാണ് അതിനകത്തെ ആ ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. കൃത്യം നമുക്ക് പ്രൈസിൻ്റെ ആക്ടിവിറ്റി വളരെ വിസിബിളായിട്ട് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ആ സമയത്ത് പുട്ടിൻ്റെ 483, 447
സോ നമ്മൾ എൻട്രി ഡിപ്ലോയ് ചെയ്യുമ്പോൾ പുട്ടിൻ്റെ പ്രീമിയം പോയ പോക്ക് ഉണ്ടോ? ബാങ്ക് നിഫ്റ്റിക്കകത്ത് 1538 അല്ലേ, 1538 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ബാങ്ക് നിഫ്റ്റി ഇവിടെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1530 നമ്മൾ 1523 30 ഓക്കെ, നമ്മളിവിടെ ഒരു മിറ്റിഗേഷൻ കാണുന്നുണ്ട്. 1530 നമ്മളിവിടെ എൻട്രി കയറി. ഓക്കെ, 1534 ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ട്രേഡ് നമ്മൾ കയറി നടത്തും 29. ഇപ്പോൾ നമുക്ക് 29 കിട്ടിയല്ലോ. 1522 കുടിക്കും. ഇതാണ് നമ്മുടെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ഇവിടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1522 വരുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ, ഈ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഇംബാലൻസ് ഇമ്മീഡിയറ്റ്ലി കയറി ടാർജറ്റ് ഹിറ്റ് ചെയ്യും. 1522 ഇതുണ്ട്, 1528 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ വെച്ച് ഇത് ചെയ്യുന്നു. നമ്മൾ ഈ ഇംബാലൻസിൽ നമ്മൾ എക്സിറ്റ്, ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിറ്റ്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് ആയി. ഓക്കെ, നോക്കണം 1552 ട്രേഡ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. 1552 എത്ര പോയിട്ടുണ്ട്? 1552 ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ ലാസ്റ്റ് ട്രേഡ് ഓൺ പ്രൈസ് ഉണ്ടോ. സോ ഇമീഡിയറ്റ്ലി എക്സിറ്റ് കഴിഞ്ഞ കാര്യം. 22 10 32 10 42 10 52 30 പോയിന്റ് വന്നാൽ അവിടെ 1565. ഇനി എത്രയും പോക്കോട്ടെ, 557 ബയർ വന്നു കഴിഞ്ഞു കേട്ടോ, 559. സോ ആ ഇംബാലൻസ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഫിനിഷ്, യു ആർ ഔട്ട് ഓഫ് ദ ട്രേഡ്. ബിക്കോസ് കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്പർ 1, ഒരു ഏരിയയുടെ പ്രീവിയസ് ഏരിയയുടെ താഴെയാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് പ്രൈസ് ജസ്റ്റ് സ്വീപ്പ് ചെയ്തതുള്ളൂ. ഇവിടെയും ഇതുപോലെ തന്നെ ട്രേഡിങ്ങിന് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു മിറ്റിഗേഷന് വേണ്ടിയിട്ട് നോക്കാൻ പറ്റും. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്കകത്ത് പെട്ടെന്നുള്ള റിവേഴ്സലായിരിക്കും. ബിക്കോസ് ഇതിനകത്ത് കുറച്ച് സെക്ടറൽ ഇൻഡെക്സ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൂടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. എങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ സാധാരണ പറയുന്ന പോലെ പതുക്കെയാണെങ്കിലും നടന്ന് കയറി വരും ഇവിടെ, മനസ്സിലായി. അപ്പം അതുവരെ നമ്മൾ നോക്കുക. സോ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടി. സോ ഈ ഒരു എക്സസൈസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കി എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ക്ഷമയോടുകൂടി മാർക്കറ്റിൽ ഇരുന്നിട്ട് 15 ട്രേഡ് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, ഒരു ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, രണ്ടാമത്തെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 15 പ്രാവശ്യം തെറ്റില്ലാതെ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി, മൂന്നാമത്തെ പ്രാവശ്യം തെറ്റിപ്പോയി, വീണ്ടും നമ്മൾ ഒന്നെന്ന് തുടങ്ങണം. നമ്മുടെ പാമ്പും കോണിയില്ലേ, ലാഡർ, സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കളിച്ച് മുകളിൽ ചെല്ലുമ്പോഴത്തേനും പാമ്പ് വിഴുങ്ങി താഴെ വന്നു, വീണ്ടും നമ്മൾ താഴോട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ 15 എണ്ണം കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് കോൺഫിഡൻസ് കിട്ടാൻ തുടങ്ങും മാർക്കറ്റിൽ. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ലിറ്റിൽ പീസ് ഓഫ് പ്രൈസ് ആക്ഷൻ മാത്രമാണെന്ന് കൂട്ടുക. മാർക്കറ്റ് എവിടെ നിന്ന് ട്രേഡ് ചെയ്യുമ്പോഴും ഇറ്റ്സ് എ പീസ് ഓഫ് പ്രൈസ് ആക്ഷൻ. സോ ആ പീസ് ഓഫ് പ്രൈസ് ആക്ഷനകത്ത് നമുക്ക് ഒരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഏരിയയിൽ കൂടെയൊക്കെ വരുമ്പോഴും ആ പർട്ടിക്കുലർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്, അവിടെ മാർക്കറ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിസിബിൾ ടാർഗറ്റ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, മനസ്സിലായോ. അപ്പം ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡ് ഫോർമേഷൻസ് നമുക്ക് സിമ്പിളായിട്ട് നോക്കുന്നത്. 20 പോയിന്റ് 25 പോയിന്റിനകത്ത് അല്ലേ, 25 പോയിന്റിന് 4 ലോട്ട് ഒരു ദിവസം നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, 4 ലോട്ട് അല്ലെങ്കിൽ 5 ലോട്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ട്രേഡ് 3 ട്രേഡിൽ മിനിമം നമുക്ക് ഒരു 5000 രൂപ 7500 രൂപ ലെസ് ദാൻ ഒരു 9000 രൂപ ആ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, മതി. അപ്പോൾ അത്രയും പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 15 ട്രേഡ് ഡെമോ ട്രേഡ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ചാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം 15 എണ്ണം സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾക്ക് ഒരു ലോട്ട് വെച്ചിട്ട് ഒരു 15 എണ്ണം ട്രേഡ് ചെയ്ത് നോക്കുക. 15 എണ്ണം ഒരു ലോട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ 15 എണ്ണത്തിനകത്ത് കുറേ എണ്ണം മിസ്റ്റേക്ക് വരും അല്ലേ. അപ്പോൾ നമ്മളെ റെക്ടിഫൈ ചെയ്യണം, നമ്മൾ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യണം നമ്മുടെ എൻട്രി സെറ്റപ്പ്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ട് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വന്നില്ല, വൈ ദ പ്രൈസ് ഈസ് ഹിയർ, ദെൻ ഗോ ബാക്ക് ടു സീ ദ ഡീകോഡിംഗ് സീരീസ് 1 to 20 അഗെയിൻ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്, മനസ്സിലായോ. ഈ പഠിത്തം ഇവിടെ കൊണ്ട് തീരുന്നെന്ന് വിചാരിക്കരുത്. പഠിത്തം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തീരാത്ത എന്തുകൊണ്ടാണ്, ഡു യു വാണ്ട് ടു സീ എൻ നമ്പർ ഓഫ് എൻട്രീസ്, ദെൻ യു നീഡ് ടു ലേൺ. ഡു യു വാണ്ട് ടു സീ ഓൺലി ദിസ് കൈൻഡ് ഓഫ് എൻട്രീസ്, ഇത്രയും എൻട്രി ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് മിറ്റിഗേറ്റ് ചെയ്തു കണ്ടോ. അപ്പം നമുക്ക് എൻട്രി മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് എൻട്രീസ് കാണണോ, ദെൻ യു ലേൺ മോർ. നിങ്ങൾക്ക് കാണണ്ടേ,
ചെറിയൊരു എൻട്രി സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രിസിഷൻ എൻട്രി ഈ ഇത്രയും പ്രിസിഷൻ എൻട്രിയിൽ ഇങ്ങനെ ഇത് പഠിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 250 വീഡിയോ വരെയും എത്തേണ്ടി വന്നു ഞാൻ ഈ ഒരു സെറ്റപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഐ ക്യാൻ ടെൽ യു പ്രൈസ് മിറ്റിഗേഷൻ ഈസ് ഇങ്ങനെയാണ്. ക്യാൻഡിൽസ്റ്റിക് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ എങ്ങനെയാണ്, ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേനും അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം കൂടെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും 3, 4, 5, 6, 7, 8, 9, 10 പഠിച്ച കാര്യങ്ങളും എല്ലാം കൂടെ, അതായത് നമ്മളിവിടെ ചാനലിനകത്ത് വന്നിരുന്ന് പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 1ാം ക്ലാസ് ആണെന്ന് വിചാരിക്കുക, ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് മുഴുവനും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം ക്ലബ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ലിക്വിഡിറ്റി എവിടെയാണ്, മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സെറ്റപ്പ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഫൈനസ്റ്റ് ഫോം ഓഫ് ക്ലാസ് ആണ് ഇന്നിവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു വാച്ച് ഓൾ ദീസ് ലെസൺസ് കെയർഫുള്ളി. ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് ആൻ എഡ്ജ് ഇൻ ടു ദ മാർക്കറ്റ്. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ട്രേഡിങ്ങിലേക്ക് കടക്കാൻ പറ്റും. ദിസ് ഈസ് എ കണ്ടക്ച്വൽ റെഫറൻസ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ദിവസത്തെ മാർക്കറ്റിൽ ഈവൻ സ്കാൽപ്പിംഗ് ടെക്നിക്കിനാണെങ്കിൽ പോലും നമ്മളെന്തിനാണ് മാർക്കറ്റിൻ്റെ ഈ മൂവ്മെൻറ്റ് വരെയും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആദ്യമേ ഒരു പുട്ടം കൊണ്ടെടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കണം മാർക്കറ്റിന് മുന്നിൽ. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആക്ടിവിറ്റി ഒരു പ്രൈസ് ലോവസ്റ്റ് റേഞ്ചിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നു, പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഈ ഓരോ മൂവ്മെൻറ്റിലും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രൈസിൻ്റെ ഈ പുട്ടിൻ്റെയും കോളിൻ്റെയും പ്രൈസിൻ്റെ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ കോളിൻ്റെ പ്രീമിയം കുറച്ച് അപ്ഗ്രേഡ്, അതിൻ്റെ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുന്നു. താഴോട്ട് വരുമ്പോൾ പുട്ടിൻ്റെ പ്രൈസ് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പ്രൈസ് ഇതിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് വരുമ്പോൾ പുട്ടിൻ്റെ പ്രീമിയം ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പുട്ടിൻ്റെ ഓപ്ഷനകത്ത് നമുക്ക് ഈ ഒരു മിറ്റിഗേഷൻ പോയിന്റിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുട്ട് ഈസ് നോട്ട് വർത്ത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്തിനു വേണ്ടിയിട്ട്? ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട്. അതേസമയം വലിയ ടാർഗറ്റ് ആണെങ്കിൽ ശരിയാണ്, നമ്മൾ ഒരു 100 പോയിന്റ് 150 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം അതിനൊപ്പം മാർക്കറ്റിന് ഒപ്പം മാറിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്ലാനുകൾ വേണ്ട. ഐ എം ടെലിങ് യു, നമുക്കൊരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് മേ ബി യു മേക്ക് 2500 rupees പെർ ഡേ, അല്ലേ? അല്ലെങ്കിൽ ഒരു 3500 രൂപ, അല്ലെങ്കിൽ ഒരു 4000 രൂപ, അല്ലെങ്കിൽ ഒരു 2000 രൂപ, അല്ലെങ്കിൽ ഒരു 1500 രൂപ, ഇതിൽ ഏതെങ്കിലും ആകട്ടെ. അപ്പോൾ നമ്മൾ കുറേ നാൾ ട്രേഡ് ചെയ്ത് നമ്മളുടെ സിസ്റ്റം പെർഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യു ക്യാൻ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദാറ്റ് ഈസ് കോൾഡ് അവർ ഇമോഷണൽ മാനേജ്മെൻറ്റിനകത്ത് സംഭവത്തിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇമോഷണൽ മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ പ്ലേ സീരീസ് എല്ലാം കൂടെ എടുത്ത് ഒന്നുകൂടെ കാണുക. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് നമ്മളൊരു റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണോ, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മാർക്കറ്റിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വി കനോട്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. ബിക്കോസ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ മിറ്റിഗേറ്റിംഗ്. ഇവിടെ ഈ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അതിനുശേഷം പ്രൈസ് ആ ക്യാൻഡിലിൻ്റെ 90% മിറ്റിഗേഷൻ വന്നു, അല്ലേ? അതുപോലെ തന്നെ ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ അടുത്ത ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ 90% പ്രൈസ് കയറി വന്നു. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ. താഴെ വരുന്നു മുകളിലോട്ട് വരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ക്യാൻഡിൽസ്റ്റിക് വൈസിലും നമുക്ക് പ്രൈസ് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മൾ നോക്കേണ്ടത്. സോ ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണോ? ഈ സ്വിംഗ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പുൾ ബാക്ക് ലെവലായിരുന്നു. ഇവിടെ വന്ന് പ്രൈസ് എന്തുകൊണ്ട് ഹോൾഡ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് പ്രൈസ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പിടികിട്ടിയോ? ഇതെല്ലാമാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ലെക്ചർ കുറച്ച് നേരം ലെങ്തി ആയിപ്പോയി. കീപ്പ് ഓൺ വാച്ചിങ്. ഇതെല്ലാം നിങ്ങളെ ഓരോരുത്തരെയും നല്ലൊരു ട്രേഡിങ്ങിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പാണ് എങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി കണ്ടോ? അപ്പം ഹൈലി ബെയറിഷ് ആയിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് വന്നതിന് ശേഷം ഹൈലി ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 50 മിനിറ്റ്സ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഈ ബോട്ടം ലെവലിൽ ഇതെല്ലാം ഞാൻ ഇപ്പം ട്രേഡ് എടുത്തിരിക്കുന്ന ലെവൽസാണ്. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി. മനസ്സിലായി? അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ ബെയറിഷ് മൊമെൻറ്റം ആണോ ബുള്ളിഷ് മൊമെൻറ്റം ആണോ, ഈ ഒരു ഇതിൽ തന്നെ പ്രൈസിൻ്റെ പ്രീമിയത്തിൻ്റെ ഡീകെ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. മനസ്സിലായി? അപ്പോൾ 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ പ്രൈസ് വരുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി ടാപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം ഇതൊരു നമ്മുടെ ടാർഗറ്റ് ലെവലായിരുന്നു. ആ ടാർഗറ്റ് ലെവലിൽ നിന്ന് നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രീസിലേക്ക് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് റിവേഴ്സൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഒരു 10-15 പോയിന്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങനെ പ്രൈസ് വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവൽ 2, 3, ഇത് 1 ടൈം 2 ടൈം 3 ടൈം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഒരു റിവേഴ്സൽ പെട്ടെന്ന് വരും. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ബുള്ളി സെറ്റപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് കുറേ നാൾ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് പിന്നെ വേറെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്, പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയെടുക്കുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഇത് ഇതൊരു മിറ്റിഗേഷൻ മൂവ്മെൻ്റ് ആണ് ആക്ച്വലി. ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് മാത്രമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വരും. അത് വെച്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുമ്പോൾ ഇവിടുത്തെ മിറ്റിഗേഷൻ പോയിന്റ്സ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലെവൽസ് പ്രകാരം ഇതിനകത്ത് മിറ്റിഗേഷൻസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ അതിനൊപ്പം മാർക്കറ്റിനൊപ്പം പതുക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെറിയ ടാർഗറ്റേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ ഫുൾ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു 25 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിസിഷനോട് കൂടി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ വി ആർ എ പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് അതിനുശേഷം വലിയ കാര്യങ്ങളിലേക്ക് വീണ്ടും പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.